അടുത്ത ക്വസ്റ്റ്യൻ മുൻ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ ഇത് കൺസർവേറ്റീവ് ആണോ നോക്കണം, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണോ നോക്കണം. കൺസർവേറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 5 കണ്ടുപിടിക്കണം. ദെൻ ഇത് തന്നിട്ടുള്ള ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് എങ്ങനെ എഫ് ഉണ്ടാക്കും? ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് പി ഐ പ്ലസ് ഡി വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ക്യൂ, ഡി സെന്റെ കോഎഫിഷ്യന്റ് ആണ് ആർ. അപ്പോൾ എഫ് നമ്മൾ ഉണ്ടാക്കി 2x sin y plus e raised to 3zi plus x square cos yj plus 3x e raised to 3z plus 5k. അപ്പോൾ p q r എഴുതി. then dou p by dou y കണ്ടുപിടിച്ചു. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ചെയ്യുമ്പോൾ 2x കോൺസ്റ്റന്റ് ആണ് sin y യുടെ cos y. then dou q by dou x കൊണ്ട് ചെയ്യുമ്പോൾ cos y കോൺസ്റ്റന്റ് x square 2x. so dou p by dou y is equal to dou q by dou r. then dou p by dou z is equal to respect z കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 0 ഇപ്പോൾ e raised to 3z ഉണ്ട്, e raised to 3z into 3. then dou r by dou x is equal to with respect x കൊണ്ട് ചെയ്യുമ്പോൾ x1 3 e raised to z 2 മീറ്റർ ആണ് കിട്ടി. അതുപോലെ dou q by dou y dou z 0 ആണ്, കാരണം dou q by dou z q-ലെ z ന് ടേം ഇല്ല, so 0. then dou r by dou y ഇതിലെ y യുടെ ടേം ഇല്ല, so 0. that is dou q by dou z is equal to dou r by dou y. so f is conservative and therefore the integral is independent of path. കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്കൊരു, ഇനിയാണ് നമ്മുടെ ഉദ്ദേശം പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കലാണ്. കൺസർവേറ്റീവ് ആയതുകൊണ്ട് there exists potential function phi such that del phi is equal to f. so dou phi by dou x is equal to, ഇതാണ് del phi എന്ന് പറഞ്ഞാൽ dou phi by dou xi plus dou phi by dou yj plus dou phi by dou zk is equal to f. f എന്ന് പറഞ്ഞാൽ ഇത് തന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചത് കൊടുത്തു. then equation 1 2 3 ഫോം ചെയ്തു. എങ്ങനെ? അതിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തു. that is dou phi by dou x is equal to 2x sin y plus e raised to 3z. dou phi by dou y is equal to x square cos y. dou phi by dou z is equal to 3x ഇവിടെ ഒന്നുമില്ല, 3x into e raised to 3z plus 5. then integrate equation number 1 partial with respect to x. അപ്പോൾ dou phi by dou x integrate ചെയ്യുമ്പോൾ വെറും 5 വരും. with respect to x കൊണ്ടായതുകൊണ്ട് 2 sin y constant x ഡെറിവേറ്റീവ് 1 പ്ലസ് ഇതിന്റെ 0 പോവും പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ g of yz, കാരണം with respect to x കൊണ്ട് ചെയ്യുമ്പോൾ yz ആണ് കോൺസ്റ്റന്റ് എന്ന് വിചാരിക്കുന്നത്. that is phi is equal to sin 2 cancel ആയി പോവും sin by x square plus g of yz, equation number 4. differentiating equation number 4 with respect to y. so dou phi by dou y is equal to with respect to y കൊണ്ടാകുമ്പോൾ sin y യുടെ cos y x square അതുപോലെ തന്നെ വരും. then dou by dou y of g of yz. dou phi by dou y എന്ന് പറഞ്ഞാൽ x square cos y ആണ്, equation number 2 പ്രകാരം കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ ഇങ്ങനെ കിട്ടി. then രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ g dash of yz is equal to 0 വരും. then integrating partially with respect to y. so g of yz is equal to 0 integral 0 dy, that is equal to integral of 0 plus h of z. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ നേരിട്ട് ഇവിടെ c കൊടുത്തു, കാരണം മുമ്പ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. സ്റ്റെപ്സ് കുറച്ചതാണ്, കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് തരുന്നത്. നമുക്ക് yz ആണല്ലോ, വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനിയൊരു കോൺസ്റ്റന്റ് വരാം, അതെന്തായിരിക്കാം? h of z ആവാം, അതുകൊണ്ടാണ് h of z എന്ന് കൊടുത്തു. so equation number 4 becomes phi is equal to sin y x square plus g of yz ന് പകരം h of z എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ h of z ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് വിത്ത് റെസ്പെക്ട് ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് dou phi by dou z is equal to dou by dou z of sin y x square plus h of z ന്റെ h dash of z. 3x into e raised to 3z plus 5 is equal to 0 plus h dash of z. that is h dash of z is equal to, okay, ഇവിടെ പറയുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ with respect to z കൊണ്ടാണല്ലോ. okay, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് വന്നതാണ്. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് dou phi by dou z എന്താണെന്ന് അറിയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് s plus s അല്ല പ്ലസ് 5 ആണ്, that is equal to with respect to z ചെയ്യുമ്പോൾ ഇത് 0, then h dash of z അതുപോലെ എഴുതി. so h dash of z is equal to
3x e raised to 3z plus 5 എന്ന് വന്നു. Integrating partially with respect to z. h of z is equal to integral 3x e raised to 3z. ഇതിന് with respect to z കൊണ്ട് partially integrate ചെയ്യുമ്പോൾ എന്ത് വരും? 3x constant e raised to z ന്റെ e raised to 3z e raised to 3z ന്റെ e raised to 3z by 3 plus 5 ന്റെ integral 5z plus a constant of integration. ഇതിൽ എന്തില്ല? x y z ഒന്നും പാടില്ല. So h of z is equal to x e raised to 3z plus 5z plus c എന്ന് കിട്ടി. തൊട്ട് മുമ്പുള്ള ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ ഇത് കണ്ടുപിടിച്ച് വരുമ്പോൾ ഈ h of z അല്ല ഈ h of z എന്തായിട്ട് പോകുമായിരുന്നു? 0 ആയിട്ട് പോകുമായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ഇതേ സ്റ്റെപ്പ് പ്രകാരം ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും h of z 0 ആണെന്ന്. ഇവിടെ h of z 0 അല്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഷോർട്ട് കട്ടിലോട്ടൊന്നും പോകേണ്ടതില്ല. So h of z is equal to x e raised to 3z plus 5z plus c. ഇത് ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 is equal to sin y x square plus ഇതാണ് നമ്മുടെ h of z ആയിരുന്നത്. h of z വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് 5. ദെൻ ലാൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 5 എടുത്ത് എഴുതി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും സെഡിനും വാല്യൂസ് കൊടുക്കുക 2 പൈ ബൈ 2 1 എന്ന്, മൈനസ് ലോവർ ലിമിറ്റിലെ എക്സിനും വൈയും സെഡിനും 1 0 0 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫൈനൽ ആൻസർ കിട്ടും. The next question, integral 1 1 log 3 2 2 2 log 3 e raised to 2z dx plus e raised to 3 by dy plus 2x e raised to 2z dz. ഇത് ഹോംവർക്ക് ആണ്. ഇതിന് ആൻസർ 16 എന്നാണ് കിട്ടുക. നിങ്ങൾ ഇതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നേരെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. വർക്ക് ഡൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുൻ ക്ലാസ് നമ്മൾ ചെയ്തതാണ്. അപ്പം ഫുൾ സ്റ്റെപ്സുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ചെയ്തതിൻ്റെ റിസൾട്ട് പ്രകാരം നമുക്ക് ചെയ്യാൻ സാധിക്കും. Then next problem, evaluate del over c f dot dr. f തന്നിട്ടുണ്ട് ഇതാണെന്ന്, r തന്നിട്ടുണ്ട് ഇതാണെന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹിൻസ് തരാം. കുറെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ തുടക്കം മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. നമുക്ക് ആദ്യം കാണിക്കേണ്ടത് എഫ് കൺസർവേറ്റീവ് ആണെന്ന് കാണിക്കണം. അത് കാണിക്കാൻ നിങ്ങൾക്ക് അറിയാം. കാരണം എഫ് കിട്ടിക്കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് കിട്ടും. 3 വേരിയബിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3 കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ആണെന്ന് കിട്ടി. എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എടുത്ത് എഴുതി ഡോട്ട് ഡി ആർ. ഡി ആർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെക്ഷൻ നമ്മൾ കണ്ടിരുന്നു. ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ ആണെങ്കിൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ ആണ്. സോ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ 2 ഡോട്ട് എടുക്കുക. ഡോട്ട് എടുക്കുമ്പോൾ വൈ മൈനസ് വൈ സെറ്റ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് എക്സ് പ്ലസ് സെറ്റ് കോസ് എക്സ് ഡി വൈ പ്ലസ് വൈ കോസ് എക്സ് ഡി സെറ്റ് എന്ന് കിട്ടും. ദെൻ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ ഇന്റഗ്രൽ ഇതാണ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. തൊട്ട് മുമ്പ് ചെയ്ത പോലെ കൺസർവേറ്റീവ് ആണോ നോക്കാം. ഇതിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഇപ്പോൾ കൺസർവേറ്റീവ് നമുക്ക് കിട്ടും. ദെൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 5 കണ്ടുപിടിക്കുക. അത് നമുക്ക് ഇങ്ങനെയാണെന്ന് കിട്ടും. ഇപ്പോൾ 5 കിട്ടി. ദെൻ ഇനി എന്ത് വേണം? നമുക്ക് പോയിന്റ് വേണം. എവിടെ തൊട്ട് ഇവിടെ വരെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് പോയിന്റ് വേണം. ഇവിടെ തന്നിട്ടുണ്ട് ആർ ഓഫ് ടിയുടെ വാല്യൂസ് 0 to π by 2 ആണെന്ന്. അപ്പോൾ 0 നിന്ന് π by 2 വരെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആർ ഓഫ് ടി നമുക്ക് എന്താണെന്ന് അറിയാൻ തന്നിട്ടുണ്ട്. ആർ ഓഫ് 0 കണ്ടുപിടിക്കുക, ഇതാണെന്ന് കിട്ടും. ആർ ഓഫ് 5 by 2 കണ്ടുപിടിക്കുക, ഇതാണെന്ന് കിട്ടും. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ആക്കിയിട്ട് എഴുതാ? വെക്ടർ ഇതിന്റെ പോയിന്റ് ആക്കുക. ഐയുടെ കോഎഫിഷ്യന്റ് എടുത്ത് എഴുതാ, കോമ ജെയുടെ കോഎഫിഷ്യന്റ് എടുത്ത് എഴുതാ 4, കോമ സി ഇതിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് എഴുതാ, ഇത് 4 ആണ്, 0. അങ്ങനെയാണ് ഈ കിടക്കുന്ന ഈ ലോവർ ലിമിറ്റ് കിട്ടിയത്. അതുപോലെ π by 2 കൊടുക്കുമ്പോൾ ആർ ഓഫ് 5 by 2 പറഞ്ഞാൽ πi പ്ലസ് 1j പ്ലസ് 4k. അവിടെ നിന്ന് π, 1, 4 അങ്ങനെയാണ് ഈ അപ്പർ ലിമിറ്റ് കിട്ടിയത്. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്നാണ് അതിന്റെ ഫൈനൽ ആൻസർ വരാം. ഇവിടെ ചെയ്തത് എന്താണ്? ഞാൻ ഹിൻസ് ആണ് തന്നത്.
ഹിൻഡ് വെച്ചിട്ട് ഓരോ പ്രോബ്ലം ചെയ്യാം. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഇ ആർ ചോദിച്ചിട്ട് എഫ് വ്യത്യസ്ത രീതിയിൽ തരാം, ആറ് വ്യത്യസ്ത രീതിയിലൊക്കെ തരാം. അതൊക്കെ നമുക്ക് ഞാനിപ്പോൾ ചെയ്ത പ്രോബ്ലംസിനെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഇതോടുകൂടി ഈ സെക്ഷൻ ഇവിടെ തീരുകയാണ്.